2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. KPCC വിചാർ വിഭാഗ് ചുള്ളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിചാര സദസ്സ് സംഘടിപ്പിച്ചു. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുക, അതിലൂടെ ഭാരതീയരെ തമ്മിൽ തെളിച്ച് അധികാരം കൈയാളുക എന്നീ ഗൂഢലക്ഷ്യങ്ങളുടെ നുണബോംബുകൾ നിർമ്മിക്കുന്ന സംഘപരിവാറിന്റെ കറുത്തകരങ്ങൾക്ക് ഹസ്തദാനം നൽകുന്ന നികൃഷ്ട നീക്കങ്ങളാണ് CPM-BJP ബാന്ധവത്തിന്റെ രാഷ്ട്രീയ ഡീലിലൂടെ വെളിവാകുന്നതെന്ന് വിചാര സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാറി, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നും ഈ വർഗീയ വിദ്വേഷ പ്രചാരകരായിട്ടുള്ള BJPക്കും RSSനും സംഘപരിവാറിനും എതിരാണ്. ആ പ്രത്യയശാസ്ത്രം അതാണ്. പ്രത്യയശാസ്ത്രത്തിൻ്റെ പോരായ്മയല്ല, മറിച്ച് ഈ പ്രത്യയശാസ്ത്ര നിലപാടുകളുമായി മുന്നോട്ട് പോയി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന CPM നേതാക്കന്മാരുടെ പോരായ്മയാണ്, അവരുടെ വീഴ്ചയാണ് ഇന്ന് CPM അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് കാരണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. 33 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ CPM തുടർച്ചയായ ഭരണമായിരുന്നു. പശ്ചിമ ബംഗാളിൽ 33 വർഷക്കാലത്തെ ഭരണം കൊണ്ട് CPM ഇത്ര അധപ്പതിച്ച ഒരു പാർട്ടിയായി മാറുകയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യവും ആ നാട്ടിൽ നിന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട ഗതികേടുമാണ് പശ്ചിമ ബംഗാളിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത്. ഇന്നിപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നോമിനേഷൻ കൊടുക്കാൻ കെൽപ്പില്ലാത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ മാറി. കേരളത്തിൽ തുടർച്ചയായ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയധികം മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് RSSുമായി ചെങ്ങാത്തം സ്ഥാപിച്ച് അഴിമതി കേസുകളിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ പല മണ്ഡലങ്ങളിലും BJPയെ ജയിപ്പിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി അണികളോട് BJPയുടെ സ്ഥാനാർത്ഥിമാർക്ക്, NDAയുടെ സ്ഥാനാർത്ഥിമാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. മറുഭാഗത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വിചാർ വിഭാഗ് ചുള്ളിക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി KR അധ്യക്ഷത വഹിച്ചു. വിചാർ വിഭാഗ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനൂപ് സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാർ, മുൻ UDF ചെയർമാൻ അഗസ്റ്റസ് സിറിൽ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സജൻ സേവ്യർ, ഷിജു KR, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം പ്രമോദ് KS, യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് PV തോമസ്, യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം സെക്രട്ടറി ആന്റണി നിൽട്ടൻ, മഹിളാ കോൺഗ്രസ് നേതാവ് ബീന ജോർജ് എന്നിവർ പ്രസംഗിച്ചു. അതിന് നേതൃത്വം കൊടുത്ത, ഇതിനെല്ലാത്തിനും ഒത്താശ ചെയ്ത പിണറായി വിജയൻ അവരുടെ CPM മീറ്റിംഗിൽ വെച്ച് നാം എല്ലാവരും വിചാരിച്ചു BJPയുമായി രഹസ്യ ബാന്ധവം നടത്തിയ CPMന്റെ പ്രത്യയശാസ്ത്ര വഞ്ചന ചെയ്ത CPM എന്ന പ്രസ്ഥാനത്തോട് തന്നെ കപടത കാണിച്ച EP ജയരാജനെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്നാണ് നാം വിചാരിച്ചത്. എന്താ സംഭവിച്ചത്? പിണറായി പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, ഞാനും കുറെ പ്രാവശ്യം ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട്, അങ്ങനെ BJPക്കാരുമായി ബാന്ധവത്തിൽ ഏർപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താ കാരണം? രഹസ്യ ഡീൽ. എന്താ CPMഉം BJPയും തമ്മിലുള്ള രഹസ്യ ഡീൽ? ലാവ്ലിൻ കേസ് ഒഴിവാക്കി തരാം, ലൈഫ് മിഷൻ കേസ് ഒഴിവാക്കി തരാം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.